നമസ്കാരമുണ്ട്. രതീഷാണ്. ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നൊക്കെയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല. ഒരു സംഭവം, ചെറിയൊരു സംഭവം നമ്മളെ നാട്ടിൽ കണ്ടാക്കുമ്പോ ഇനി അതിന്റെ ഉപയോഗം ആവശ്യമാണ് എന്നുള്ളത് കണ്ടാക്കുമ്പോ അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളെ ടെക് ബ്രേക്ക് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടല്ലോ, അത് നമ്മളെ കൂറ്റനാട് ഭാഗത്ത് ഒരു ആൽ ആൽമരത്തിന്റെ അടിയിലായിട്ട് ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ശോചനീയാവസ്ഥ സാഹചര്യം എന്തെന്ന് വെച്ചാല്, ഞാൻ പറയണത് എന്താ വെച്ചാല്, ഹൈക്കോടതിയുടെ ഒരു ഭാഗമായിട്ട് ഇപ്പോ ഈ പൊതു ടോയ്ലറ്റ് ആയിട്ട് നമ്മളെ പെട്രോൾ പമ്പിലത്തെ ടോയ്ലറ്റ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി മുതൽ നല്ലപോലെ മുന്നിലേക്ക് വരേണ്ടതാണ്. അതായത് ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇനി യാത്രാ സമയങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ സംഭവം എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പൊതു ടോയ്ലറ്റ് ആയിട്ടൊന്നും നമുക്ക് ഇപ്പൊ പെട്രോൾ പമ്പിൽ പറ്റില്ല. അവിടുന്ന് ഡീസൽ അടിച്ചാലോ പെട്രോൾ അടിച്ചാലോ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് പെട്രോൾ പമ്പിൽ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ വണ്ടി ഫീൽഡായിട്ടുള്ള എനിക്ക് അറിയണത് പോലെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാതിരിക്കാം. പെട്രോൾ അടിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ, ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അടിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ നമ്മളെ പമ്പിലെ ടോയ്ലറ്റ് ഒന്നും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൊതുവായിട്ടുള്ള ഏരിയയിലുള്ള ടോയ്ലറ്റും സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നമ്മളുടെ ഒരു യാത്രാ മധ്യേ ഫാമിലി ആയിട്ട് എങ്ങനെയും പുറത്തേക്ക് പോകുമ്പോഴോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് യാത്രക്കിടയിൽ നമുക്കൊന്ന് ടോയ്ലറ്റ് പോകണമെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു സാഹചര്യം, ഒരു സംവിധാനം വേണമല്ലോ. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ടേക്ക് ബ്രേക്ക് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം. ഇതില് ഞാന് ജസ്റ്റ് ഒന്ന് പറയണതെന്ന് വെച്ചാല്, സംഭവം ഇത് തുടങ്ങിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ കിടന്നിട്ട് ഇത് നശിച്ചു പോകുന്ന കാണുമ്പോൾ ഒരു വിഷമാണ്. ഇത് നല്ല രീതിയിൽ ഇതിനെ പൊന്തിച്ചു കൊണ്ടുവരികയാണെങ്കിൽ, ഏത് ഭാഗത്തു നിന്നാണ് ഇതിന്റെ ഒരു കുറവ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നികത്തി നമ്മൾ പൊതുജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ ഇനി പെട്രോൾ പമ്പിലൊന്നും കയറിയിട്ട് ആർക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് ഗുരുവായൂർ, അതുപോലെ നമ്മൾ ശബരിമല ഏരിയയിൽ കൂടെ ഒക്കെ പോണ കൂടുതൽ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റേണ്ടതും ഈ ആൽമരത്തിന്റെ അടിയിലൊക്കെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി സാഹചര്യം ഉള്ള ഒരു സ്ഥലമാണിത്. അല്ലെങ്കിൽ ഒരു അങ്ങനെ വന്ന് പോകാൻ പറ്റിയിട്ടുള്ളൊരു സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ കൂറ്റനാട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇനി വെള്ളിയങ്കല്ല് നമ്മളെ ബൈപ്പാസ് വഴി ഇറങ്ങി ഗുരുവായൂർക്ക് പോകുന്ന ആളുകളൊക്കെ നമ്മളെ വെള്ളിയങ്കല്ല് വഴിക്ക് കടന്നത് ഈ വഴിക്കാണ് പാസ് ചെയ്യുന്നത്. പാലക്കാട് ഗുരുവായൂർ ഭാഗത്തു നിന്നും ആളുകൾ ഈ വഴിക്കാണ് വരുന്നത്. അങ്ങനെ എല്ലാ ആളുകളും വന്ന് പോണ ഒരു ഏരിയയിൽ ഈ സംഭവം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ കണ്ടുനോക്കുമ്പോൾ, ഇപ്പൊ അതിന്റെ അവസ്ഥയും കൂടി കണ്ടുനോക്കുമ്പോൾ ഭയങ്കര വിഷമായിട്ടുള്ളത് നിങ്ങളെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ആരാണെങ്കിലും ഒന്ന് കണ്ണ് തുറന്ന് വഴി തുറന്ന് നമ്മളുടെ ഈ സംവിധാനത്തിനെ ഒന്ന് അപ്പാക്കി എടുക്കുകയാണെന്നില്ല, ഒന്ന് പൊന്തിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അടിപൊളി ആവൂലോ എന്നുള്ളൊരു കൊണ്ട് മാത്രമാണ്. വേറൊന്നും ഉണ്ടായിട്ടും നമ്മള് വേറൊരു രീതിയിലല്ല നമുക്ക് ഇതിന്റെ ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം. കാരണം ഇത് ജനങ്ങളിൽ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷെ ഉദ്ഘാടനം നടന്നിട്ടില്ല, പല സാഹചര്യങ്ങളിലും മുടങ്ങിപ്പോയി. കേട്ടിടത്തോളം ഇതൊരു 40 ലക്ഷം 44 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ സംഭവം ചെയ്തിറക്കണതാണ് പറയുന്നത്. അപ്പൊ ഇനി മുതൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഈ അടഞ്ഞു കിടക്കുന്ന സംഭവങ്ങളൊക്കെ പതുക്കെ പതുക്കെ തുറന്ന് സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് 2 ദിവസമായിട്ട് ഇപ്പൊ നമ്മളെ മുന്നിൽ നമ്മളെ വാർത്തകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നിട്ടുള്ള ഒരു സംഭവം 44 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് ഉദ്ഘാടനത്തിന്റെ വക്കിൽ വരെ എത്തിയിട്ട് അത് സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും പൊതുജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പൊ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ വഴിക്ക് ഗുരുവായൂർ ഭാഗത്തേക്കും അതുപോലെ ശബരിമല സീസൺ കഴിഞ്ഞ് ജനങ്ങൾ കൂടുതൽ വരുന്നതാണ്. പൊതു ടോയ്ലറ്റ് സംവിധാനം ഇല്ലാത്തൊരവസ്ഥ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം കഷ്ടപ്പാടാണ് ആളുകൾക്കുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടേ നമുക്ക് കാണിക്കാൻ പറ്റണത് ഇതിന്റെ പുറകിലൊരു സംഭവം കണ്ടോ, ഒരു ടാങ്ക്. ഈ ടാങ്കും സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. സാധനം ആകെ നാശമായിരുന്നു. അതുപോലെ ഇതിന്റെ പുറകിൽ ഇവിടെ വരികയാണെന്ന് വെച്ചാലേ, ഇതിന്റെ പുറകിലൊക്കെ ഉണ്ടോ എല്ലാവിധ സംവിധാനങ്ങളും, പ്ലംബിങ് കാര്യങ്ങളെല്ലാതും നല്ല വൃത്തിയായിട്ട് തീർത്തിരിക്കണം. ഇപ്പൊ ഇതിന്റെ പുറകില് ഇവിടെ വെള്ളടിയും കാര്യങ്ങളൊക്കെയാണ്, സാധനത്തിന്റെ കുപ്പി വെള്ളടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ അതിന്റെ ഒരു മറവിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഭാഗത്ത് മറ്റേ ഡ്രിങ്ക്സ് അടിക്കുക, ആ പരിപാടിയാണ് ഇപ്പൊ ഇതിന്റെ പുറകിൽ നടക്കുന്നത്. ഇത് നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇത് ആരുടെ മുൻകൈ എടുത്താലാണ് ഇത് നടക്കുക വെച്ചാൽ, നടന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. നമ്മുടെ തൃത്താലയിലത്തെ എല്ലാ ആളുകൾക്കും, ഈ കൂറ്റനാട് ഭാഗത്ത് യാത്ര ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയാമെന്ന് ഉദ്ദേശിച്ചത്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എടുത്തെടുത്ത് ആദ്യം പറയുന്നു.
ഇതിന്റെ പുറകുവശത്ത് ഈ ടാങ്കിന്റെ അവസ്ഥ നോക്ക്. ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തൂങ്ങി കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം. ഇലക്ട്രിക്കൽ സംഭവങ്ങളൊക്കെ ഡാമേജ് ആയിരിക്കണം. അതുപോലെ ഇതിന്റെ മറ്റുള്ള ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. എന്തൊക്കെയായാലും നമ്മളുടെ ഈ ഒരു സംവിധാനം ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കേണ്ട സമയമാണ് ഇനിയുള്ളത്. അപ്പോ മറ്റുള്ള ചിന്തയിൽ കൂടെ അല്ല നമ്മൾ വീഡിയോ കാണേണ്ടത്. ആരാണെങ്കിലും മുൻകൈ എടുക്കേണ്ട ആൾക്കാർ മുൻകൈ എടുത്തിട്ട് ഇതൊരു പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആവും എന്നുള്ള പ്രതീക്ഷയിലല്ല. ഒരു അഭിപ്രായം നമ്മളുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കാണിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ ബാത്റൂമിന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ 40 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഇത് ഓപ്പൺ ആക്കി മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇതില് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, അതുമാതിരി നമ്മുടെ കണ്ടന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുമാതിരി എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്ത് എന്റെ പേജ് ഫോളോ ചെയ്യാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.